നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് മടങ്ങി വരുമോ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നതനുസരിച്ച് എടുക്കുന്ന റീഡിംഗ് ആണ്. തേർഡ് പാർട്ടി റീഡിങ്സ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, എക്സിൻ്റെ സിറ്റുവേഷൻ, ക്രഷിൻ്റെ സിറ്റുവേഷൻ ഒക്കെ എനിക്ക് പേഴ്സണൽ റിക്വസ്റ്റ് വരുന്ന റീഡിങ്സ് ആണ്. അപ്പോൾ ഇത് അതുപോലെ വന്നതാണ്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അതാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ എന്താ നോക്കുകയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് ഈ 3 കാർഡ്സ്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഈ റീഡിംഗ് കണ്ടിട്ട് ഒരു തീരുമാനങ്ങളും ആരും എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക, തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, പിന്നെ എന്തിനാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, ഈ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ എന്തിനാണ് പോയത്, പിന്നെ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ് ഈ പേഴ്സൻ്റെ. ഇപ്പോൾ പോയത് വേറൊരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും, ഇപ്പോൾ ഉള്ളത് വേറെ ഉദ്ദേശമായിരിക്കാം, മാറ്റമുണ്ടായിരിക്കാം, നമുക്ക് നോക്കാം. പിന്നെ എന്താണ് പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിന് വേണ്ടി അടുത്ത ആക്ഷൻ എന്താണ് എടുക്കാൻ പോകുന്നത്. അവസാനം നമ്മൾ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ഫീലിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റീഡിങ്ങിലേക്ക് പോകാം. 2ഉം 3ഉം കാർഡ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, ആദ്യം നമുക്ക് ഭഗവാനോട് ഓറക്കൽ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നോക്കാം. ഈ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ, അതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രതിവിധി ഉണ്ടോ, അതെല്ലാം ഓറക്കൽ മെസ്സേജ് പറയും കേട്ടോ. നോക്കാം നമുക്ക്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി കാർഡ്സ് വരുമോ നോക്കാം. നിറഞ്ഞ പോലെ പോയി. കാർഡ്സ് ഇനി വരുമോ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഭഗവാനെ, ഒരു കാർഡേ ഉള്ളൂ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഈ സിറ്റുവേഷൻ മാറ്റണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയാൽ പറ്റില്ല എന്നാണ്. നിങ്ങൾ പല വഴിയും നോക്കുന്നുണ്ടാവാം തേർഡ് പാർട്ടിയെ നിന്ന് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. വഴക്കുണ്ടായിട്ടുണ്ടാവാം, വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവാം, ആണായാലും പെണ്ണായാലും, നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, പല വഴികളും നോക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് മാറ്റിയെടുക്കാൻ വേണ്ടി. പക്ഷെ ഒന്നും സക്സസ്ഫുൾ ആകുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കൂടിയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിപ്സി ഓറക്കൽ മെസ്സേജസ് എന്താണ് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആളുകൾ, സിറ്റുവേഷൻ, അതെല്ലാമാണ് കാണിക്കാൻ പോകുന്നത്. എന്ത് തരം സ്വഭാവമാണ്, വല്ല പ്രശ്നങ്ങളും വരുന്നുണ്ടോ, ഇതൊക്കെയാണ് കാണിക്കുക. ഓക്കെ, ഭഗവാനെ, ഇവിടെ കാർഡ്സ് വന്നേക്കുന്നത്, ഒന്നൊരു സെർവൻറ്റിൻ്റെ കാർഡുണ്ട്,
പിന്നെ ഒരു ഡെസ്പറേഷൻ വരുന്നുണ്ട്, ഒരു വെഡ്ഡിങ് ഉണ്ട്, ഒരു ലോഡ്, ഒരു ജന്മി, പിന്നെ കുറേ തോട്ട്സ് ആണ്. തോട്ട്സ് എന്ന് പറഞ്ഞാൽ കാട് കയറിയ ചിന്തകൾ. ഇവിടെ ചില വീടുകളിൽ പണിക്ക് നിൽക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും ആ വീട്ടിലെ ഉടമസ്ഥനോ ഉടമസ്ഥയ്ക്കോ ഒക്കെ റിലേഷൻഷിപ്പ് വെക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള വല്ല സിറ്റുവേഷനാണ് ഇവിടെ. ഒപ്പം ജോലി ചെയ്യുന്നവരായിട്ടുള്ള റിലേഷൻഷിപ്പ്, കടകളിൽ നിൽക്കുന്നവർ കീഴ് ജീവനക്കാരോടുള്ള റിലേഷൻഷിപ്പ്, ബിസിനസ് കമ്പനിയിലാണെങ്കിൽ കമ്പനിയിൽ എംപ്ലോയീസിനോടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തോ ആണ് ഇവിടെ. എന്തായാലും ഒരു മാരീഡ് സിറ്റുവേഷൻ ആവാനാണ് വഴി. നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരു ഒരു എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറാണ്, ഒരു വഴികാട്ടി. എന്നുവെച്ചാൽ ഒരു പ്രത്യാശയുടെ പ്രതീകമാണ് ഈ സ്റ്റാർ കാർഡ്. എന്നുവെച്ചാൽ ഇനിയും ഇവിടെ ഹോപ്പ് ഉണ്ട്, ഒരു ആശയ്ക്ക് വകയുണ്ട് എന്ന് കാണിക്കുന്നത്. പക്ഷെ ഇത് റിവേഴ്സ് വന്നപ്പോൾ, ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്, ഇവിടെ ആശയ്ക്ക് ഒരു വകയുമില്ല എന്നൊരു നിരാശ ഉള്ള ഒരു എനർജി. അതുകൊണ്ടാണ് ഡെസ്പെയർ എന്നൊരു കാർഡ് കാണിച്ചത്. അപ്പം ഇവിടെ ഒരു ആശയ്ക്കൊരു വകയും ഇല്ല, ഇനി എന്നും ഒന്നും നന്നാവാൻ പോകുന്നില്ല, ജീവിതം അത്രയും ദുരിതമാണ് എന്നൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് കാണിക്കുന്നത്. ഒന്നിനും ഒരു ഉഷാറില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്ത് നന്നാവാനാണ് എന്നൊരു ചിന്ത, ഭയങ്കരമായൊരു നിരാശാബോധമുള്ള പോലെ, ഒന്നും ശരിയാവില്ല എന്നൊരു ചിന്ത. ഹാർട്ട് ബ്രേക്ക് ആണ് ഇവിടെ. 3 of Swords, ഹാർട്ട് ബ്രേക്ക്, ഹെർമിറ്റ്. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ്, ഒറ്റയ്ക്കായ പോലെ. ആരോടും സഹകരണമില്ല, ആർക്കും ഈ പേഴ്സണോട് സഹകരണമില്ല, ബന്ധുക്കളില്ല, മിത്രങ്ങളില്ല, ഫാമിലി ഇല്ല, മക്കളില്ല, ആരുമില്ലാത്ത പോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ ഈ പേഴ്സൺ? നമ്മൾ കാണാറുണ്ടല്ലോ, നമ്മൾ വഴിയിലൊക്കെ ചിലപ്പം കണ്ടുമുട്ടുന്ന ആളുകൾ വീട് ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. വീട്ടിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ വീട് ഉപേക്ഷിച്ച് പോയി റോഡിലും ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് ഒറ്റപ്പെട്ട ജീവിതം, നാട് വിട്ട പോലത്തെ ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത്. ഒറ്റപ്പെട്ട ജീവിതം എന്ന് വെച്ചാൽ വളരെയധികം മാനസിക വ്യഥ അനുഭവിച്ച് വളരെ നിരാശയോട് കൂടി പുറപ്പെട്ടു പോയ ഒരു എനർജി പോലെയാണ് കാണിക്കുന്നത്. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. ഒരു കുത്തഴിഞ്ഞ ഇതുപോലെ, മനസ്സിലായി, ഒരു എത്തുമ്പോഴില്ല ഈ പേഴ്സണ്. എന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണ് ഒന്നും അറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്? ഇതെങ്ങനെയാണ് ഈ പേഴ്സൺ, നിങ്ങളിൽ നിന്നാണോ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത്, തേർഡ് പാർട്ടിയിൽ നിന്നാണോ ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത്? അറിയില്ല. ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണ്? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണോ ഇവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ? തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി, പക്ഷെ തേർഡ് പാർട്ടി മരിച്ചു പോവുകയോ നഷ്ടപ്പെടുകയോ എന്തോ ചെയ്തോ? തേർഡ് പാർട്ടി ഈ പേഴ്സണെ ഉപേക്ഷിക്കുക എന്തെങ്കിലും ചെയ്തോ? അതുകൊണ്ടാണോ ഈ പേഴ്സൺ ഇത്രയും മാനസിക വ്യഥ? ഇത് നിങ്ങളിൽ നിന്നുണ്ടായ മാനസിക വ്യഥ ആവാൻ വല്ല, കാരണം ഇവിടെ ഡിവൈൻ ഇൻ്റർവെൻഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം വേണമെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? എന്താണ് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്? ഭയങ്കര പാഷനാണ് തേർഡ് പാർട്ടിയോട്, ഭയങ്കര സ്ട്രെസ്സാണ് തേർഡ് പാർട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ. തേർഡ് പാർട്ടിയെ ചേർത്ത് പിടിച്ചേക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ ഈ പേഴ്സൺ സ്റ്റക്കാണ്. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയായിട്ട്, ഞാൻ അവിടെ മറ്റേ എന്താ പറയുക, നമ്മളെ ഡെവിൾ കാർഡ് കണ്ടു, അത് ഒബ്സെഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഭയങ്കരമായി ഒബ്സെസ്ഡ് ആണ്. ഈ പേഴ്സൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, തേർഡ് പാർട്ടിയാണ് കയറിയിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇനി വല്ല ആഭിചാരക്രിയയും ചെയ്തിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഇത്രയും അട്രാക്ഷൻ തേർഡ് പാർട്ടിയോട് എന്ന് നമുക്കറിയില്ല. കാരണം തേർഡ് പാർട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കര സ്ട്രെസ്സാണ്. തേർഡ് പാർട്ടിയെ മറക്കാൻ പറ്റുന്നില്ല,
തേർഡ് പാർട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, തേർഡ് പാർട്ടി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ഓരോ നിമിഷവും ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ കാൽക്കൽ സ്വയം സമർപ്പിക്കുന്ന ഒരു എനർജി ആയിട്ടാണ്. ഇതൊരു എക്സ്ട്രീം കേസാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം അത്യാവശ്യമാണ് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ ഒഴിവാക്കി എടുത്തുകൊണ്ട് വരാനെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ പൈസസും ടോറസും ആണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് അക്വേറിയസും വെർഗോ ആണ്. ഓ, അത്ര സ്ട്രോങ് ഫീലിംഗ് ആണ്. പക്ഷെ ഇവിടെ ലവ് ഒന്നും കാണിക്കുന്നില്ല, പാഷൻ കാണിക്കുന്നുണ്ട്. വളരെ പാഷനറ്റ് ആണ് തേർഡ് പാർട്ടിയോട്. അപ്പോൾ തേർഡ് പാർട്ടിയോട് ഇവിടെ സ്നേഹമില്ലാതെ ഇത്രയും ഒബ്സസ്ഡ് ആയത് എങ്ങനെയാണ്? അപ്പോൾ അവിടെയാണ് നമ്മൾ ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ തേർഡ് പാർട്ടി? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല തേർഡ് പാർട്ടിയോട് ഇത്ര ഒബ്സഷൻ എന്താണെന്ന്. ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത തേർഡ് പാർട്ടി വേറൊരു എനർജി ആണെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായി, ഒരേ ലെവലിലുള്ള. ഇത് ചിലപ്പോൾ താഴെ കീഴ് ജീവനക്കാരാരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയിൽ ഒന്നുമില്ല, പക്ഷെ തേർഡ് പാർട്ടി ഇല്ലാതെ നിങ്ങളുടെ പേഴ്സണ് ജീവിക്കാൻ പറ്റുന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങിയത്? ഈ പേഴ്സൺ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു, അത്ര വലിയ ടെൻഷനൊന്നുമില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ചാൽ. പക്ഷെ ഇതൊരു സഹതാപ തരംഗത്തിൽ നിന്നാണ് തുടങ്ങിയത്, മനസ്സിലായോ? ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടിയുടെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് എബ്രോഡ് വർക്ക് ചെയ്യുന്ന ചിലർക്ക് ഒറ്റയ്ക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് വൈഫിൻ്റെ അടുത്തുനിന്നോ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നോ മാറി നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ലായിരിക്കും, മനസ്സിലാന്ന് വെച്ചാൽ ചിലർക്ക് പണി ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഒരു മെയ്ഡിനെ നിർത്തുക, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ തൽക്കാലത്തേക്ക് റെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്, അടുക്കള പണിയിൽ അല്ലെങ്കിൽ ഫുഡിൻ്റെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ചിലവ് ഷെയർ ചെയ്യാൻ ഒരാൾ, അങ്ങനെയൊക്കെ കോൺസെപ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ തേർഡ് പാർട്ടി ലൈഫിൽ വന്ന് കയറിയത് സ്നേഹം കൊണ്ടല്ല, ഇവർ തമ്മിൽ സ്നേഹമായിട്ട് തുടങ്ങിയ റിലേഷൻഷിപ്പ് അല്ല ഇത്. ഇവിടെ ഒരു ഫാമിലി അവിടെ ഒരു ഫാമിലി എന്നൊരു കോൺസെപ്റ്റ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെയും കിട്ടണം എന്നൊരു ചിന്തയിലാണ് ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊരു ബ്ലാക്ക് മാജിക്ക് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇവരെ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്, ആണായാലും പെണ്ണായാലും. അതുപോലെ തന്നെ ഇവരോടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ ബ്ലാക്ക് മാജിക്ക് കൊണ്ടായിരിക്കാം. തുടങ്ങിയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് പൈസയുടെ ഇന്ററാക്ഷൻ വന്നപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു അത്യാഗ്രഹം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കി വെക്കണം എന്ന് തേർഡ് പാർട്ടി ആഗ്രഹിച്ചത്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ കുറേ അഭിനയങ്ങൾ നടക്കുന്നുണ്ട്, കുറേ കഥന കഥകൾ നിങ്ങളുടെ പേഴ്സൺ കേൾക്കുന്നുണ്ട്, സെൻഡി ആക്കുന്നുണ്ട്, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പം നിങ്ങളുടെ പേഴ്സൺ പണം കൊടുത്ത് സഹായിച്ച് ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതാണ്. ഇവരുടെ സങ്കടങ്ങളൊക്കെ കണ്ട് അവരെ സഹായിച്ച് പിന്നെ അതൊരു കുടുംബം. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിക്കും ഭാര്യയും ഭർത്താവുമായിട്ടാണ് ജീവിക്കുന്നത്, ഇവരെവിടെ ആയാലും, മനസ്സിലാവുണ്ടോ? പക്ഷെ അവിടെ സ്നേഹത്തിൻ്റെ അല്ല, ഒരു സഹതാപം, ഒരു സപ്പോർട്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിലാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നത് കേട്ടോ. ഇവിടെ വെർഗോ പൈസസ് ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയോട് ഇവർക്കൊരു കെയറിങ് ആണ്, കൂടുതലും കെയറിങ് ആണ്. ഇവർ എബ്രോഡാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡാണ്, നിങ്ങളിൽ നിന്ന് അകന്നാണ് താമസിക്കുന്നത്. ഒരു ടവർ മൊമെന്റ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഈ ജോലി രാജിവെച്ചിട്ട് തിരിച്ചു പോകണം, കാരണം ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. പക്ഷേ വീട്ടിലെ സിറ്റുവേഷൻ അത് അനുവദിക്കുന്നില്ല. ജോലി എടുത്ത് പൈസ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ അവിടെ നിൽക്കാനായിട്ട് നിർബന്ധിതയാവുകയോ ചെയ്ത ഒരു പേഴ്സൺ ആണിത്.
അപ്പോൾ ഇപ്പോൾ അവർക്ക് അവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ ഒരാളുണ്ട്. എബ്രോഡ് ആണെങ്കിലും ആ ഫാമിലിയുടെ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് കുട്ടികളുണ്ടാവാം, ചിലപ്പോൾ ഭർത്താവും ഉണ്ടാവാം, ഭാര്യയും ഉണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരു തേർഡ് പാർട്ടിയുടെ ഫാമിലിയാണ്. അതിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് കയറുന്നത്. പൈസയ്ക്ക് വേണ്ടി തേർഡ് പാർട്ടിയെ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടിയുടെ ഹസ്ബൻഡോ വൈഫോ മക്കളോ ആരോ. അപ്പോൾ ഇവിടെ ഒരു ടവർ മൊമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ജോലി രാജിവെച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ചെന്ന് കയറിയത്. ഇപ്പൊ പക്ഷേ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് പേടിയുണ്ട്, പേടിയോടെയാണ് ഇപ്പൊ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് ചില സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഓർമ്മ വരുന്നുണ്ടാവാം, ചില സമയത്ത് ബോധമില്ല. അങ്ങനത്തെ ചില അട്രാക്ഷൻ, ചില പൊടികൾ, ചില എന്താ പറയാ ഭക്ഷണത്തിൽ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ ആണ്. പേടിയോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഇപ്പം നോക്കുന്നത്. ഒരു ട്രാപ്പിലായ പോലെ ഒരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പക്ഷെ നടക്കുന്നില്ല. തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ അകറ്റി നിർത്താനായിട്ട് ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ ഉപദ്രവിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സണൊരു പേടിയുണ്ട്. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമോ. ചിലപ്പോൾ അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ നാട്ടുകാരിയോ നാട്ടുകാരനോ ആവാൻ ചാൻസ് ഉണ്ട്. വളരെ ചീത്ത മനസ്സുള്ള ഒരാളാണ് തേർഡ് പാർട്ടി. പൈസയുടെ ആവശ്യത്തിനാണ് നിങ്ങളുടെ പേഴ്സന്റെ കൂടെ നിൽക്കുന്നത്. അവരുടെ ഫാമിലിയെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പൈസ അടിക്കുന്നതും. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി മാത്രമല്ല, തേർഡ് പാർട്ടിയോട് അനുബന്ധിച്ചുള്ള പലരും ഈ നിങ്ങളുടെ പേഴ്സണെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരൊരു ട്രാപ്പാണെന്ന് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉള്ള സ്ഥലത്ത് ആർക്കും നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ പോലീസിനോ ലോയ്ക്കോ ഒന്നും പറ്റില്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണും ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. വളരെ പേടിയോടുകൂടിയാണ് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിയെ റിലേഷൻഷിപ്പിൽ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ആക്ഷൻ എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സണിന്റെ? വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഡിസിഷൻ എടുക്കാം. നിങ്ങളോട് സത്യം തുറന്ന് പറയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. കുട്ടികളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വളരെ പ്ലാനിങ്ങോടേ ഉള്ളൂ. നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയണം, സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തീരുമാനം എടുത്തിട്ടില്ല. കാരണം കുട്ടികൾ ഇൻവോൾവ് ആണ്. അപ്പോൾ കുട്ടികളും കൂടി ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയാൻ ഇട വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാവുമെന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒരു റിസ്ക് എടുക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയുക, രണ്ടും കൽപ്പിച്ച് സത്യം മുഴുവൻ നിങ്ങളോട് പറയാം. അതാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്? ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അക്വേറിയസ് ഏരീസ്. ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇവിടെ കൈവിട്ടു പോയി കാര്യങ്ങൾ. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ചെന്ന് കയറുമെന്ന്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ലോങ് ടേം പ്ലാൻ ആണ്. നിങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളോട് ഭയങ്കര ക്ലാരിറ്റി വന്നത് ഇപ്പോഴാണ്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഒബ്വിയസ്ലി ഭർത്താവ് ദൂരെ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ദൂരെ താമസിക്കുമ്പോൾ അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സണും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളെല്ലാം തനിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചീത്തപ്പേരുണ്ടാക്കുന്നില്ല, ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിൽ പോയി കയറുന്നില്ല. അതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ബോധം വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഒറ്റയ്ക്കാണ് ഇവിടെ, നിങ്ങളുടെ പേഴ്സണും അവിടെ ഒറ്റയ്ക്കാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ കുറേ പ്രശ്നങ്ങൾ വാരിക്കൂട്ടി പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട്. ഇപ്പോഴാണ് പേഴ്സണ് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ വില മനസ്സിലായത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല കാര്യമാണ് ലിയോ. അപ്പം നിങ്ങളോട് നല്ല ഫീലിങ്സ് ആണ്. നിങ്ങളോട് ഇപ്പോൾ വന്ന് സംസാരിക്കാനുള്ള പ്ലാൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, വെയിറ്റ് ചെയ്യുക.
അപ്പോൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഓൾറെഡി പുറപ്പെട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സോഡിയാക് സൈൻസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാം. കുറേ സമയമായോ നോക്കിയതാ, സോറി. രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. വലിയൊരു റീഡിങ് ആയ പോലെ തോന്നി എനിക്ക്. കോള് കട്ടായി പോയ പണിയാവും വീഡിയോ, അതുകൊണ്ട് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, ഓറക്കിൾ മെസ്സേജ് എന്താണ് നിങ്ങൾക്കെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണ്? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു ഷഫിനോട് ചെയ്യാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഒരു കാർഡ് വീണിട്ടുണ്ട്. രണ്ടാമത്തെ കാർഡ് മറിഞ്ഞില്ല. നോക്കാം, ഒന്നും കൂടി ഷഫിൾ ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ ത്രിശൂൽ, ട്രൈഡന്റ്, ദ പവർ എന്ന് വെച്ചാൽ ഈഗോ, ഭയങ്കര ഈഗോ ഉള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഈഗോയും അജ്ഞതയും. ചില സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. റിലേഷൻഷിപ്പ് തകരുമ്പോൾ നമ്മൾ കൈകാലിട്ടടിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് തകർന്നത് എന്ന് മനസ്സിലാവില്ല. നമ്മളുടെ അന്ധത കൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന കുറച്ചും കൂടെ ജ്ഞാനം, കുറച്ചും കൂടെ ചുറ്റുപാടും നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ ഈഗോയുടെ കണ്ണിൽ കൂടെ, നമ്മളുടെ ഈഗോയുടെ കണ്ണിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈഗോ നശിപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഈഗോ എന്ന് പറയുമ്പോൾ മീൻസ് നമ്മൾ ഒരാളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അയാൾ പോരാ എന്ന് തോന്നുക, അല്ലെങ്കിൽ അയാൾ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് വലിയൊരു കാര്യമായിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്ന് കയറിയ പോലെ ഉണ്ട്. അതാണ് അവിടെ കാണിച്ചത്. പിന്നെ അത് ഈഗോ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈഗോ മാറ്റി വെക്കണം എന്ന് പറയുന്നത്. ഈഗോ നല്ലതാണ്, അത് നല്ല കാര്യത്തിന് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളുടെ ഉന്നതിക്ക് വേണ്ടി. ഇപ്പം ചിലരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു പ്രചോദനമായിട്ട് മാറുകയാണ്. നീ എന്നെ അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അത് നല്ലൊരു കാര്യമാണ്, പ്രൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഉന്നതിയിലെത്തുന്ന നല്ല കാര്യം. പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഈഗോ യൂസ് ചെയ്യുന്നത് കൊള്ളില്ല. ഇൻസൾട്ട് ചെയ്യാൻ, അവരെ ഹേർട്ട് ചെയ്യാനൊക്കെ ഈഗോ യൂസ് ചെയ്യരുത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പല ഉന്നതിയിലെത്തിയിട്ടുള്ളവരും ഇൻസൾട്ട് കൊണ്ടിട്ടാണ് അവർക്ക് ആ ഒരു വെഞ്ചൻസ്, ഒരു പ്രതികാരം പോലെയാണ് അവർ വലിയ പദവിയിലെത്തിയിട്ടുള്ളതെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ജിപ്സി ഓറക്കിൾ മെസ്സേജിൽ കാണിക്കുന്നത് ഒരു കള്ളനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രിവിലിറ്റി, വളരെ സില്ലി ആയൊരു എനർജി, അതാണ് ഈ കാണിക്കുന്നത്. ഈഗോ, ഒരു കള്ളനെ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ജോയ്ഫുൾനെസ്. അപ്പോൾ ഈ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത്, നിങ്ങളുടെ പേഴ്സൺ മോഷ്ടിക്കപ്പെടുക, പേഴ്സൻ്റെ നിങ്ങളോടുള്ള സ്നേഹം നശിപ്പിക്കപ്പെട്ടിട്ട് അത് വേറൊരാളോടുള്ള സ്നേഹമായിട്ട് മാറുന്നത് മോഷണമാണ്. സ്നേഹം മോഷ്ടിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല. കാരണം നിങ്ങൾ വളരെ സില്ലി ആയൊരു എനർജിയാണെന്നാണ് പറയുന്നത്. നിങ്ങളെപ്പോഴും ഹാപ്പിയായിട്ട് ഇരിക്കാം. പക്ഷേ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാനോ ബോധവതിയോ ആവണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ റിക്കവർ ചെയ്യുന്നുണ്ട്. അതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് കിട്ടിയ ഹേർട്ട് ഈ പേഴ്സൺ അത്ര ഇപ്പോൾ ബാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അത് പ്രശ്നമല്ല എന്നൊരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട്. നോക്കാം. അക്വാരിയസ്, ലിബ്ര, ജെമിനായി ആണ് ആ സോഡിയാക് ഇത് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഹാർട്ട് ബ്രേക്ക് കുറഞ്ഞു വരികയാണ്. അത് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം അതിനെ കുറിച്ച് എനിക്ക് അതിനെ ഓർത്ത് എൻ്റെ ജീവൻ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്, ഇൻഡിസിഷൻ. അപ്പോൾ പേഴ്സൺ 2 റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ഇപ്പോൾ ലൈഫിലുള്ള ആള് ഈ പേഴ്സണ് വാരിക്കൂരി സ്നേഹം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് തേർഡ് പാർട്ടി കൊടുക്കുന്നത്.
അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടും വളരെ സ്ട്രോങ് ആയ റിലേഷൻഷിപ്പാണ്, നിങ്ങളായിട്ടും റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ കൊടുത്ത ഹേർട്ട് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയതെന്നാണ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ളത്. ഇത് ലവ് റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടിയായിട്ട്, കേട്ടോ. തേർഡ് പാർട്ടി അൺകണ്ടീഷണൽ ലവ് ആണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ലെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം മുമ്പോട്ട് പോകും. ഇത് നിങ്ങളുടെ പേഴ്സണിന്റെ ചിന്തയായിരിക്കാം. തേർഡ് പാർട്ടി എങ്ങനത്തെയാണെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ ഭയങ്കര ഒറ്റപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ആദ്യം ഒന്നും ആരെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ അത് നിങ്ങൾക്കൊരു അഹങ്കാരമായിട്ട്, നിങ്ങൾ എപ്പോഴും പറയും എൻ്റെ പേഴ്സൺ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ആൾ അങ്ങനെയൊന്നുമല്ല എന്നൊരു കോൺഫിഡൻസ്. അപ്പോൾ അതിൽ നമ്മൾ ആ പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം നിങ്ങൾ ആ പേഴ്സണൊരു വിലയും കൊടുത്തില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടില്ല, ഇവളെയൊക്കെ ആര് നോക്കാനാണെന്ന് ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും. അതുപോലെ ഭാര്യമാര് ഭർത്താക്ക്, പിന്നെ ഈ കുടവയറൊക്കെ ഉള്ള ആൾ ആര് നോക്കാനാ എന്ന് പറയും. അത് അവർക്ക് ഹേർട്ടാവും, കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് വേദനയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ബോധമില്ല. ചിലപ്പോൾ നിങ്ങൾ തമാശക്കായിരിക്കും പറയുന്നത്, പക്ഷെ നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവരിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതൊരു ബേർഡനായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം പ്രശ്നമായി. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നോ നിങ്ങളുടെ? എന്തായാലും അതിൽ നിന്ന് പേഴ്സണ് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ, ഇവിടെ മാരേജ് ഒന്നുമല്ല തേർഡ് പാർട്ടിയോട്ടുള്ള നിങ്ങളുടെ പേഴ്സണിന്റെ പ്ലാൻ. പേഴ്സൺ ഒരു സമാധാനം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വൈസ് ചെയ്യുന്ന പോലെയാണ് തേർഡ് പാർട്ടി. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സണ് സങ്കടം വരുമ്പോഴൊക്കെ നിങ്ങൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് നിങ്ങളുടെ പേഴ്സണെ വേദനിപ്പിക്കാതെ നിങ്ങളുടെ പേഴ്സണ് വേണ്ട മറുപടികൾ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയോട് ഇങ്ങനൊരു ഫീലിംഗ്. തേർഡ് പാർട്ടിയോട് ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയോട് നിങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയത്. മനസ്സിലായോ? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് വെർഗോ പൈസസ് മാത്രമേ ഉള്ളൂ. അതാണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ഇവിടെ ലവ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ ഒരു മനസമാധാനം, ഭയങ്കരമായ സമാധാനം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കുറച്ചെങ്കിലും ഒന്ന് അകന്ന് നിൽക്കാൻ പറ്റുന്നത് തേർഡ് പാർട്ടിയോടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വളരെ കെയറിങ്ങോടുകൂടിയാണ് നോക്കുന്നത്, കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ കാരണം? നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അപ്പോൾ ചിലപ്പോൾ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ വരെ ഈ പേഴ്സൺ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് പകരമായിട്ട് തേർഡ് പാർട്ടി ആ പേഴ്സണ് സൊല്യൂഷൻസ് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കണമെന്നില്ല, കേട്ടോ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണ് കുറച്ച് മനസമാധാനം കൊടുക്കണം. ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം. വളരെ സർവം സഹയായിട്ടുള്ള ഒരു എനർജി പോലെയാണ് കാണിക്കുന്നത്. അങ്ങനെ ദേഷ്യം ഒന്നും കാണിക്കാത്ത ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഈ കാരണം എന്താണെന്നറിയാവോ? ഈ പേഴ്സൺ ചിലപ്പോൾ യാത്രയിലായിരിക്കും ഈ തേർഡ് പാർട്ടിയെ കണ്ടുമുട്ടിയത്, കേട്ടോ. അപ്പോൾ യാത്രയിൽ കണ്ടുമുട്ടിയപ്പോൾ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ നല്ല വണ്ണം ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾ, സ്ത്രീയോ പുരുഷനോ ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടിയെ പോയി കാണുന്നത്. അപ്പോൾ ഭയങ്കര ഈഗോ ആയിട്ടാണ് തേർഡ് പാർട്ടിയോട് സംസാരിച്ചത്. പക്ഷെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ദേഷ്യപ്പെടുകയോ ഉപദേശിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ പറയുന്നതെല്ലാം കേട്ടു. വളരെ സങ്കടത്തിലായിരുന്നിരിക്കാം. അതെല്ലാം കേട്ട് കഴിഞ്ഞ് തേർഡ് പാർട്ടി കൊടുത്ത ഒരു ഉപദേശമാണ്, ഒരു ഓഫറാണ്.
നിങ്ങളുടെ പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേർഡ് പാർട്ടിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവാം, പക്ഷെ ഉദ്ദേശം ഉഴപ്പല്ല. മനസ്സിലാവുണ്ടോ? തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനാണ് തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കാനൊക്കെ ഓഫർ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഇതൊരു ആതുര സേവനം നടത്തുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അവിടേക്ക് ഡൊണേഷനൊക്കെ നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ പോയി ഇവരോടൊപ്പം ഇത് സഹായിക്കുന്നുണ്ടാവാം. ആതുര സേവന സ്ഥലത്ത് NGO ഒക്കെ പോലെ വയസ്സായ ആളുകളെ, മെന്റലി ചാലഞ്ച്ഡ് ആയ ആളുകളെയൊക്കെ നോക്കുന്ന സ്ഥലമായിരിക്കാം ഇത്. അങ്ങനെയുള്ളവരെ, ആരും പോലും ഇല്ലാത്തവരെയൊക്കെ നോക്കുന്ന സ്ഥലമായിരിക്കും. അപ്പം അവിടെ നിങ്ങളുടെ പേഴ്സൺ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി മനസ്സിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ പേഴ്സൺ അവിടെ പോയി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിങ്ങളുടെ പേഴ്സണിന്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ തേർഡ് പാർട്ടിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അന്വേഷിച്ച് നടന്നത്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അല്ല ഇത്. നിങ്ങൾ അറിയുന്നുണ്ടോ ഈ ഒരു സിറ്റുവേഷൻ? എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഉദ്ദേശം? ഏരീസ്, അക്വേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. എന്താണ് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഉദ്ദേശം? തേർഡ് പാർട്ടിയെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണ് നല്ല ജോലിയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആളായിരിക്കാം. എന്തായാലും തേർഡ് പാർട്ടിയെ നല്ല സഹായിക്കണം, ഫിനാൻഷ്യലി സഹായിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഷെയറിങ് നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെ സ്ട്രെസ്സിൽ കൂടെ പോകുന്നവരെ സഹായിക്കുക, ആങ്സൈറ്റി പ്രോബ്ലം ഉള്ളവരെ സഹായിക്കുക, ഇതൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് പലരോടും സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഈ പേഴ്സൺ അതുപോലെ തന്നെ സ്പിരിച്വലി കുറച്ചും കൂടെ ഈ പേഴ്സൺ ഉയർന്നിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ കൊണ്ടും അവിടെ ചെന്ന് മറ്റുള്ളവരുടെ ജീവിതം കാണുന്നത് കൊണ്ട് ജീവിതം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇതുണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ കണ്ടിന്യൂ ചെയ്യണം, ഒരു ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അവിടെയുള്ള ആളുകളെ പരിചരിക്കണം. അതൊക്കെ കൊണ്ട് മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഇവിടെ ലിയോ ഉണ്ട്, ടോറസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിൽ പക്ഷെ നിങ്ങളോട് സീക്രട്ട് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പിടിക്കില്ല ഇത്, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ സീക്രട്ട് ആയിട്ട് വെച്ചേക്കുന്നത് ഈ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഫാമിലി നടക്കാനുള്ള പൈസ മാറ്റി വെച്ചിട്ട് ഒരു എമൗണ്ട് തേർഡ് പാർട്ടി കണക്ഷൻ. അപ്പോൾ ഇവിടെ പുതിയ ബിൽഡിങ്സ് തുടങ്ങാനും പുതിയ സ്ഥലത്തേക്ക് ഇവരുടെ ഈ വർക്ക് വ്യാപിപ്പിക്കാനൊക്കെ നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നുണ്ട്. മനസ്സിലായോ? എങ്ങനെ ഈ ഫൗണ്ടേഷൻ ഉയർത്തി കൊണ്ടുവരാം, മറ്റുള്ള സ്പോൺസേഴ്സിന് എങ്ങനെ കിട്ടാമെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിന് സമാധാനമുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സണ് എന്താ പറയുക, പക്ഷെ ഇത് നിങ്ങളോട് പറയുന്നില്ല. ഈ പേഴ്സൺ വളരെ സീക്രട്ടീവായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ യാത്ര പോകുന്നുണ്ട് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ. ഇപ്പോൾ സ്ഥലങ്ങൾ തേർഡ് പാർട്ടി ചിലപ്പോൾ വേറൊരു മെയിൽ എനർജിയോ അല്ലെങ്കിൽ ഫീമെയിൽ എനർജിയോ എന്ന് വെച്ചാൽ ഒരേ സെയിം ഇതിലുള്ള ആളുകൾ, ജെൻഡർ രണ്ട് ആയിരിക്കാൻ വഴിയുണ്ട്. കാരണം ഇവരുടെ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ നിൽക്കാനാണ്, സർവവും സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? എന്നുവെച്ചാൽ ലൗകികമായ ജീവിതത്തിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പം നിങ്ങളുടെ പേഴ്സണ്. അപ്പം അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം, പുതിയ സ്ഥലങ്ങളിൽ കഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിക്കണം, അവർക്ക് വേണ്ട ഫൗണ്ടേഷൻസ് സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം. ഇതൊരു നിരാശയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ആഗ്രഹമാണ്. ക്യാൻസർ, പൈസീസ്, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ 10 ഓഫ് കപ്സ് ആണ്. ഇപ്പം നിങ്ങളോട് ഹാപ്പിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് ഹാർട്ട് ബ്രേക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണെ സഹായിച്ചത്. മനസ്സിലാവണ്ടോ? ഇപ്പോൾ പേഴ്സൺ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എന്തിനേയും അതിജീവിക്കാനുള്ള ഒരു ശക്തി ആർജിച്ചു. അതുകൊണ്ടാണ് ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പേഴ്സൺ രക്ഷപ്പെട്ടത്. മനസ്സിലാവണ്ടോ? 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുമായിട്ട് വളരെ ഇമോഷണലി ഹാപ്പിയാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് അധികം എക്സ്പെക്റ്റേഷനും ഇല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നതനുസരിച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ ഒരു ഇതിലാണ്. നിങ്ങളുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പ്രശ്നങ്ങളില്ല ഈ പേഴ്സണ് നിങ്ങളുടെ പെരുമാറ്റം ഈ പേഴ്സൺ ഇപ്പോൾ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ഉള്ളിലൊരു എന്താ പറയുക, ഒരു പ്രകാശം വന്ന പോലെയാണ് ഇപ്പോൾ. പല കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവായി, ബന്ധങ്ങൾ ഇങ്ങനെയാണ്,
ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി ഒരു തിരിച്ചറിവ് വന്നു. ഇപ്പോൾ ഒരു പ്രത്യാശയുണ്ട്, നാളെക്കുറിച്ച് ഒരു നോക്കുന്നുണ്ട് പേഴ്സൺ. ഓക്കെ, നാളെ നല്ലൊരു ദിവസം, അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട് ഈ പേഴ്സണ്. ഇപ്പം എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നായിരിക്കും നിങ്ങൾ ചോദിക്കും. ഞാൻ അതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നാൽ നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ഈ പേഴ്സൺ ഇതാണ് ചിന്തിക്കുന്നത്. അക്വാരിയസ്, ഇവിടെ ബാക്കി സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ് കണ്ടത്. ഭഗവാനെ, ഓക്കെ, മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി, രണ്ടാമത്തെ റീഡിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഈ തേർഡ് പാർട്ടി നിങ്ങളെ മോഷ്ടിക്കുകയല്ല, നിങ്ങളുടെ പേഴ്സണ് അവർ യൂസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ റീഡിങ് കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് ഭഗവാനെ. ആദ്യം ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ, ശിവായ ശിവായ, ഓം നമ 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 ശിവായ. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ, എന്തുകൊണ്ടാണ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്? ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, ഇതെടുക്കുകയാണ് ഞാൻ. ഭഗവാനെ, അപ്പോൾ ഇവിടെ 3 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ബീയിങ് പൊളൈറ്റ്. നമ്മളുടെ നാക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ സംസാരം, നമ്മളുടെ ഗൗരവം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ ചിന്തിക്കാതെ സംസാരിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ടോൺ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ കുലുങ്ങാതെ നിൽക്കണം, നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ വെക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എടുത്തുചാട്ടമുള്ള ഒരു എനർജിയാണ്. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്തുകൊണ്ട് ഓടുന്ന ആളാണ്. അതെന്താണ്, കാള ആണാണ്, പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ ആലോചിക്കാതെ എടുത്തു ചാടുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പം അതൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ ജിപ്സി ഓറക്കിൾ മെസ്സേജസ് എന്താണ് പറയുന്നത് നോക്കാം. ഭഗവാനെ, ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ. ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, സൈസ്, നെടുവീർപ്പിടുന്ന ഒരു എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ കാർഡ് വരുന്നുണ്ട്? ഒരു പട്ടാളക്കാരനെ കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വന്നത് ഒരു ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്, ഒരു സെർവൻ്റ് ഉണ്ട്, ഒരു ഹോട്ടിനെസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അഹങ്കാരമുള്ള ഒരു ഷോ ഓഫ് ഉള്ള ഒരു എനർജിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയുമാണ് ജിപ്സി ഓറക്കിൾ മെസ്സേജസ് ഇവിടെ വന്നേക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ്. 5 ഓഫ് വോൺസ് റിവേഴ്സാണ് വന്നേക്കുന്നത്. ഈ പേഴ്സൻ്റെ ഉള്ളിൽ നിന്ന്, മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ എനർജിയിൽ നിന്ന് ഫൈറ്റിംഗ് കപ്പാസിറ്റി പോയി. ഇപ്പോൾ ഈ പേഴ്സൺ ആരോടും വഴക്കിടണമെന്നില്ല. സമാധാനം അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണത്. ആരോടും വഴക്കിടണം, ആരോടും കോമ്പറ്റീഷൻ ഇല്ല, എല്ലാ കോമ്പറ്റീഷനും കഴിഞ്ഞു. ഇനിയിപ്പോൾ മനസമാധാനത്തോടെ ജീവിക്കണം എന്നൊരു ആഗ്രഹം ഈ പേഴ്സൺ ഉണ്ട്, നിങ്ങളുടെ പേഴ്സണ്. അതുകൊണ്ടായിരിക്കാം വഴക്കിടാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ പേഴ്സൺ അതിൽ നിന്ന് ഒഴിവായി പോകുന്നത്. ഇപ്പം ആരോടും വഴക്കിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ മെച്യൂർഡായി. കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് ഇവിടെ. കിങ് ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമോഷണലായി ആയിട്ടുള്ള ഒരിതാണ്. അപ്പം ഈ പേഴ്സൺ ഇപ്പോൾ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു. നേരത്തെ ഈ പേഴ്സണ് ഫ്രസ്ട്രേഷൻ ആയിരുന്നു, കാരണം എല്ലാവരും പറയുന്നത് കേട്ട് ജീവിച്ചിരുന്ന ഒരു എനർജിയാണ്. ഇപ്പം ഇല്ല. അതുപോലെ എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് എല്ലാവരുടെയും മുകളിൽ വരണം
എന്നൊരാഗ്രഹം, ഞാൻ എന്തിൽ ഇടപെട്ടാലും എനിക്ക് അവിടെ സക്സസ്ഫുൾ ആവണം, ഫസ്റ്റ് ആവണം എന്നാലോചിച്ചിരുന്നവരെ ഇപ്പം വേണ്ട, അതൊന്നും വേണ്ട എന്നൊരു ചിന്തയാണ്. അപ്പോൾ ഇമോഷണലി കുറച്ച് സ്ട്രെസ്സുള്ള സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണ്, ഈ ഫൈറ്റിങ്ങിൽ നിന്നാണ് പേഴ്സൺ ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചിലപ്പോൾ സ്പിരിച്വലി കുറച്ചും കൂടെ അവെയർ ആയിട്ടുണ്ടാവും പേഴ്സൺ, എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഒരു മാറിയ മനുഷ്യൻ, സ്ത്രീ പുരുഷൻ ആരുമായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താണ് ഫീലിങ്സ്? അതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താണ് ഫീലിങ്സ്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ഫീലിങ്സ്? തേർഡ് പാർട്ടി വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജിയാണ്. ഒരു തേർഡ് പാർട്ടി അല്ലല്ലോ, 2 തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 2 തേർഡ് പാർട്ടി ഉണ്ട്. ഈ 2 തേർഡ് പാർട്ടിയും ഈ പേഴ്സൺ ഒഴിവാക്കാൻ നോക്കുന്നുണ്ടോ? അബാൻഡൻ ചെയ്യാൻ ഒബ്സഷനാണ്. മനസ്സിലായോ? 2 തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. ഒരെണ്ണം സിംഗിൾ എനർജിയാണ്, ഒരെണ്ണം മാരീഡ് ആണ്. പക്ഷേ ഈ 2 പേരെയും ഒഴിവാക്കി മുമ്പോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. ചിലപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഫൈറ്റിംഗ് നിർത്തി വെച്ചത്, ഒരു തേർഡ് പാർട്ടി മറ്റേ തേർഡ് പാർട്ടിയെ കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് അല്ല. മനസ്സിലാവും? നിങ്ങൾക്ക് ഈ 2 തേർഡ് പാർട്ടിയെ കുറിച്ചും അറിയില്ലായിരിക്കും. എന്തായാലും ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ മറ്റേ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പേഴ്സൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആരെങ്കിലും ആവാനാണ് വഴി. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒബ്സെസ്ഡ് ആണ് റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒബ്സഷൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ ഇറങ്ങാമെന്നുള്ള ഒബ്സഷനാണ്. ഇതെങ്ങനെ അവസാനിപ്പിക്കാം തേർഡ് പാർട്ടി കണക്ഷൻ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒബ്സഷൻ. കാരണം ഇത് ഭയങ്കര ഭാരമായി. കാരണം ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നൊരു ചിന്ത മെജോറിറ്റി ആൾക്കാരുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് കല്യാണത്തിലേക്ക് പോകാനോ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഒക്കെ ഉള്ളത് വളരെ വിരളമാണ്. ഇവിടെ അങ്ങനെ ഉദ്ദേശത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷൻ. പക്ഷെ തേർഡ് പാർട്ടീസ് നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കണം. തേർഡ് പാർട്ടി പറയുന്നത് ഞാനും നിങ്ങളുടെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും അല്ലാതെ വേറെ ഒരാളോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ അത് പറ്റില്ല. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഇത് അറിഞ്ഞു, വേറൊരു തേർഡ് പാർട്ടിയും കൂടെ ഉള്ളത്, നിങ്ങളല്ലാതെ വേറൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് വലിയ വഴക്കാണ്. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകണമെന്നാണ് നിങ്ങളുടെ, അത് ഒബ്സസീവായിട്ട് ചിന്തിക്കുകയാണ്. ഇതിന്ന് എങ്ങനെ തലവൂരാം, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ കാപ്രിക്കോൺ സോഡിയാക് സൈൻ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. അടിപൊളി. തന്നെത്താനെ ചെന്ന് കയറിയിട്ട് കൈകാലിട്ടടിച്ചിട്ട് വല്ല കാര്യം നിങ്ങളോട് ഇതെല്ലാം പറയാൻ പറ്റുമോ? അടിപൊളി. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾ ഉപേക്ഷിക്കില്ല ഈ പേഴ്സൺ. റീസൺ ഫോർ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്. തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാര്യം എന്താണ്? ഈ പേഴ്സണ് ഭയങ്കര അഹങ്കാരമാണ് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? അപ്പോൾ എവിടെ പോയാലും, കാരണം വളരെയധികം ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്, കുറച്ച് ഫേമസ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ എല്ലാവരും പേഴ്സണോട് അട്രാക്റ്റഡ് ആകും, അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷേ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവണമെന്ന് ഈ പേഴ്സൺ സമ്മതിക്കില്ല. കുറച്ച് ഉഴപ്പുള്ള എനർജിയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പൈസ കൊടുത്ത് ഒഴിവാക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. മറ്റുള്ളവരെ സ്ട്രോങ് ആയിട്ട് തന്നിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇത് പേഴ്സൻ്റെ സ്ഥിരം സ്വഭാവമാണ്. റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, ചിലപ്പോൾ മീറ്റ് ചെയ്യുക, അതെല്ലാം കഴിഞ്ഞ് അതങ്ങ് പോകും. മീൻസ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തരും മീറ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ അതങ്ങ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സിറ്റുവേഷൻ തോളത്തെടുത്തുകൊണ്ട് പോകുന്ന പരിപാടി ഇല്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു വളരെ കാൽക്കുലേറ്റീവ്, വളരെ പ്രാക്ടിക്കലായിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് ഇത്. പക്ഷേ ഈ പേഴ്സന്റെ പഴയ എന്തോ ഒരു പരിചയത്തിലുള്ള ഒരാളാണ്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു മീൻസ് ഒരേ മെന്റാലിറ്റി, ഒരേ വേവ് ലെങ്ത് ഉള്ള, നമ്മൾ വിവാഹം കഴിക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനോ ഒരേ വേവ് ലെങ്ത് ആവണമെന്നോ ഇല്ല. ചിലപ്പോൾ രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ പക്ഷേ ലീഗൽ മാരേജ് ആകുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പേഴ്സൻ്റെ അതേ വേവ് ലെങ്ത്തിൽ സംസാരിക്കാൻ പറ്റുന്ന, പെരുമാറുന്ന, അതേ ഇഷ്ടാനിഷ്ടങ്ങളുള്ള ആരെങ്കിലും വേണമെന്നായിരുന്നു.
അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ തേർഡ് പാർട്ടി വന്ന് ചാടിയേക്കുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടി വളരെ തലവേദനയായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. ഇവിടെ സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട്. വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നുമില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒഴിവാക്കാൻ നോക്കിയതാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ സമ്മതിച്ചില്ല. തേർഡ് പാർട്ടിയുടെ പുറകെ പോയി അവരെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ പേഴ്സണാണ്. അതാണ് ഇവിടെ തലവേദനയായത്. എന്താണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഉദ്ദേശം? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ് തേർഡ് പാർട്ടിയായിട്ട്? ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു മകളുണ്ടാവാൻ വഴിയുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി കുറച്ച് പ്രായമുള്ളതായിരിക്കാൻ വഴിയുണ്ട്. ഒരു മകളോ മകനോ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താണ് ഉദ്ദേശം? നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം ഹാപ്പിനെസ് ആണ്. എനിക്ക് ഹാപ്പിനെസ് വേണം, എനിക്ക് പ്രശ്നം ഉണ്ടാവരുത്, എനിക്ക് വഴക്കൊന്നും അടിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഇതാണ്, എനിക്ക് ആരോടും ഫൈറ്റ് ചെയ്യാൻ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ പേരും പ്രശസ്തിയും നഷ്ടപ്പെടാൻ പാടില്ല, എൻ്റെ ഫാമിലി എൻ്റെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാൻ പാടില്ല, എനിക്കെപ്പോഴും സന്തോഷം വേണം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള തേർഡ് പാർട്ടികളെ ഒഴിവാക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണം. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരു ബാലൻസ് കൊണ്ടുവരണം. മനസ്സിലായോ? ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പേഴ്സണ് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഈ പെർട്ടിക്കുലർ തേർഡ് പാർട്ടി കാരണമാണ്. തേർഡ് പാർട്ടി എല്ലാത്തിനും മോടങ്കോലിടും. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ തേർഡ് പാർട്ടി അത് അറിഞ്ഞിട്ട് അവരെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് ഈ പേഴ്സൺ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സണെ കുറിച്ച് അനാവശ്യം പറയുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫോൺ തപ്പിയെടുത്ത് അതിനകത്തുള്ള തേർഡ് പാർട്ടികളുടെ നമ്പറെല്ലാം എടുത്ത് ഈ തേർഡ് പാർട്ടി വിളിച്ച് അവരോട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. നിങ്ങളുമായിട്ട് എന്താണ് റിലേഷൻഷിപ്പ് എന്നൊക്കെ. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഏത് സ്ത്രീയുടെ നമ്പർ കണ്ടാലും അതിൽ വിളിച്ചിട്ട് നിങ്ങളും ഇന്ന ആളുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ പേഴ്സണെ നാണം കെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊരു ആദ്യമൊക്കെ പേഴ്സണ് വലിയ ഗമയായിരുന്നു. ഓക്കെ, തേർഡ് പാർട്ടി അന്വേഷിക്കുന്നുണ്ടല്ലോ, വളരെ കെയറിങ് ആണ്. പക്ഷേ ഇതൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം. എന്നാൽ ഫ്യൂച്ചറിൽ വേറെ ന്യൂ ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളി. ലിയോ, സ്കോർപ്പിയോ, സാജിറ്റേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നത്. എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത് അടുത്തതായിട്ട്? മാജിഷ്യൻ. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അപ്രത്യക്ഷനോ അപ്രത്യക്ഷയോ ആകാൻ വഴിയുണ്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്ന്. മനസ്സിലായോ? അപ്പോൾ ഒരു സ്റ്റാറാണ്. ഇതൊരു വലിയ തലവേദനയാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ്. പ്ലാനിങ്ങിലാണ് എങ്ങനെയെങ്കിലും ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷെ അത് വളരെ സീക്രട്ടാണ്. അതൊരു പേടിയാണ് തേർഡ് പാർട്ടിയെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്താലും തേർഡ് പാർട്ടിയെ എന്താ പറയുക, തേർഡ് പാർട്ടി അറിയാതെ ചെയ്യണം. അപ്പോൾ പബ്ലിക്കായിട്ട് എന്ന് വെച്ചാൽ സ്വന്തം ഫ്രീഡം നഷ്ടപ്പെട്ടു. ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സണ് ജീവിതം എൻജോയ് ചെയ്യാനുള്ള, മറ്റു തേർഡ് പാർട്ടികളെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തുടരാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ എന്താണ് വഴി? ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വഴി കണ്ടുപിടിക്കണം. എങ്ങനെയെങ്കിലും ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കണം. അതിന് ചിലപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവർക്ക് തേർഡ് പാർട്ടിയുടെ നമ്പർ കൊടുത്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അകറ്റാനായിരിക്കാം പ്ലാൻ ചെയ്യുന്നത്. എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും തേർഡ് പാർട്ടി അറിയരുത് ഈ പേഴ്സൻ്റെ പ്ലാനിങ്. കാരണം ഭയങ്കര പേടിയാണ് തേർഡ് പാർട്ടി ഇനി എന്താണ് ചെയ്യുക എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഒഴിവാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ജെമിനായി, അക്വേറിയസ്, ക്യാൻസർ, പൈസിസ്. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. എന്താണ് ഈ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളെ ചേർത്താണ് പിടിച്ചേക്കുന്നത്. നിങ്ങൾ മാരീഡാണ് ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളെ മാരി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിൽ നിന്നും ഇതെല്ലാം വെറും തേർഡ് പാർട്ടികളാണ്. നിങ്ങളാണ് മെയിൻ ഈ പേഴ്സണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് മാരീഡ് ആണെങ്കിൽ ആ മാരേജ് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു ചാൻസും ഇല്ല. നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഏതൊക്കെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വന്നാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ഒഴിവാക്കില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒരിക്കലും നിങ്ങളെ അബാൻഡൻ ചെയ്യില്ല റിലേഷൻഷിപ്പ്. അതൊരു നല്ല കാര്യമാണ് അല്ലേ? എനിക്കറിഞ്ഞൂടാ നിങ്ങളെങ്ങനെ എടുക്കുന്നതെന്ന്. എന്തായാലും നിങ്ങൾ പക്ഷെ ഓരോന്ന് കാണുമ്പോഴും ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഈ ഒരു ഫേമസ് 2 സിംഗേഴ്സ് ഉണ്ട്. പോപ്പ് സിംഗേഴ്സാണ്, ഇംഗ്ലീഷ്, അമേരിക്കക്കാരാണ്. അതിലൊരാൾ ഭയങ്കര വയലൻ്റ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അയാളായിട്ട് ഒരു പെൺകുട്ടി, അവളും ഭയങ്കര ഫേമസ് സിംഗറാണ്. അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്
അവൻ വേറെ പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അയാൾ. അപ്പോൾ ഇവളത് കണ്ടുപിടിച്ചു. ഒരു പ്രാവശ്യം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇവളത് കണ്ടുപിടിച്ചിട്ട് ഇവള് കാറിൽ വെച്ച് ഇയാളെ ഭയങ്കരമായിട്ട് ചീത്ത പറയും. അവസാനം വഴക്ക് മൂർധന്യാവസ്ഥ എടുക്കുമ്പോൾ ഇവളോ അടിക്കും അവനെ. അടിക്കുമ്പം ആണുങ്ങളെ അടിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കണം. പെണ്ണുങ്ങൾ ആദ്യം അങ്ങോട്ട് അടിച്ച് വെറുതെ വടി കൊടുത്ത് അടിമേടിക്കുന്ന പോലെയാവും. ഇവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നെ പോലീസ് കേസായി ആനയും ചേനയെ. അപ്പം പെണ്ണുങ്ങൾ എപ്പോഴും, ഞാൻ എപ്പോഴും പെണ്ണുങ്ങളോട് പറയാം, മാസ്കുലിൻ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാളും ശക്തി കൂടുതലാണ്. നമ്മൾ കരാട്ടക്കാരാണ്, നമ്മൾ 150 കിലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാളും ശക്തി കൂടുതലാണ്. നമ്മൾ അവരുടെ കൈപ്പാങ്ങിനടുത്ത് നിന്നിട്ട് വെറുതെ അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവർക്ക് ദേഷ്യം കൂട്ടാൻ ഇടവരരുത്. നമുക്ക് തന്നെ പണി കിട്ടും. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ, പുരുഷനായാലും സ്ത്രീ ആയാലും, മനസ്സിലായോ? അപ്പം നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഇതിൽ കുറച്ച് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയേക്കുക. അല്ലാതെ അവിടെ ഇല്ല ഇവിടെ ഇല്ല, അയാളുടെ സ്വഭാവം ഇതാണെന്നറിയാം, മാറ്റാൻ പറ്റില്ല, അപ്പം നമ്മൾ ഒഴിവായേക്കുക. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ. അല്ലെങ്കിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, നാഗ് ചെയ്യാതിരിക്കുക, വൈൻ ചെയ്യാതിരിക്കുക. മനസ്സിലാവണ്ടോ? അതാണ് വേണ്ടത്. നമ്മളുടെയൊക്കെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? നമ്മൾ വെറുതെ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞ അവസാനം കയ്യും കാലൊക്കെ ഒടിഞ്ഞ് മുഖമൊക്കെ ഷേപ്പ് മാറി എന്തിനാ, അല്ലേ? നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആവുക, ഇമോഷണലി കുറച്ചും കൂടെ മെച്യൂർഡ് ആവുക. ഇതാണ് അവസാനത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.